ശ്രീമദ് ഭാഗവതം ക്ലാസ് 255 സ്കന്ധം 10 രണ്ടാം ഭാഗത്തിലെ 53-ാമത്തെ അധ്യായമാണ്. ഇത് രുക്മിണി ഹരണമാണ്. രുക്മിണിയെ മോഷിച്ചുകൊണ്ടുപോകുന്നതാണ്, തട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണ്. ആര്? കൃഷ്ണൻ. ഇപ്പം എന്തിനാ ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ വ്യക്തി ജനിച്ചവനല്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഈശ്വരൻ ജനിച്ചവനല്ല. പിന്നെ ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ കൃഷ്ണൻ വിഭാവനം ചെയ്യുന്ന കാലഘട്ടത്തിൽ വിവാഹങ്ങളെല്ലാം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സന്ദേശം അതിലുണ്ട്. എന്താണെന്ന് നമുക്ക് കഥയിലൂടെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നിൽ ശ്രീ സുഖൻ പറയുകയാണ്, യദുവംശജനായ ഭഗവാൻ വിദർഭ രാജകുമാരിയുടെ സന്ദേശം കേട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാനും അതുപോലെയാണ്. അവളിൽ മനസ്സിണങ്ങിയ ഞാൻ രാത്രിയിൽ നിദ്ര പോലും ലഭിക്കാതെയിരിക്കുന്നു. അദ്ദേഹത്തിന് രാത്രി ഉറക്കം കിട്ടുന്നില്ല. ഇതാരെയാണ് ചിന്തിക്കേണ്ടത്? മനുഷ്യരുടെ ഇപ്പം പ്രേമത്തെ കുടുങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഇരുമ്പന്തിയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ സ്വഭാവം തന്നെയാണ് ഇവിടെ കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തിൽ. ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. എല്ലാ കാലത്തിലും ഇങ്ങനെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. പക്ഷേ ഇവിടെ അതല്ല, ഇതിനൊരു മാറ്റമുണ്ട്. വിരോധ നിമിത്തം ഈ വിവാഹം മുടക്കുന്നതായി ഞാൻ അറിയുന്നു. അപ്പം ഇന്നും ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനോട് തിരിച്ചോ അല്ല ഒരു പ്രേമമുണ്ടെങ്കിൽ, വിരോധമുണ്ടെങ്കിൽ അച്ഛനും അതിനെ ഞാൻ കെട്ടിത്തരുമൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് പിടിക്കും. ആ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. ആ അവസ്ഥക്കാണ് പരിഹാരം ഉണ്ടാകാൻ പോകുന്നത്. എന്തുകൊണ്ട്? ഇത് കൃഷ്ണന്റെ കാലഘട്ടമാണ്. കൃഷ്ണന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വസുദേവ കുടുംബം, അങ്ങനെ ഒരു സംവിധാനമാണ് കൃഷ്ണൻ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ വസുദേവ് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. അവിടെ എന്തില്ല? ജാതി മതങ്ങളില്ല, ഉച്ചനീചത്വങ്ങളില്ല, ഒന്നും തന്നെയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഒരു പെൺകുട്ടിയെ വിവാഹ സമയത്ത് ഭയക്കുന്നുണ്ട്. വല്ലവരും കല്യാണം കഴിക്കുമോ എന്ന് ചിന്തിക്കുന്നതിനുള്ള പിന്നിലുള്ള വികാരം എന്താണ്? അവൻ വേറെ ജാതിയോ മതമോ ആയി പോകുമോ, അല്ലെങ്കിൽ അവൻ്റെ തൊഴിൽ ഉയർന്നതായിരിക്കുമോ, അവൻ പൈസ ഉള്ളതായിരിക്കുമോ, അല്ല ഇല്ലാത്തവനായിരിക്കോ, വല്ല പിച്ചക്കാരനായിരിക്കോ, ഇങ്ങനെയുള്ള ഭയങ്ങൾ കൊണ്ടാണ് ഇന്ന് വിവാഹത്തെപ്പറ്റി അധികം ചിന്തിക്കുന്നത്. കാരണം മനുഷ്യൻ എല്ലാം വേർപെട്ടിട്ട് എല്ലാം ബ്രഹ്മമായി തുല്യമായി കാണാനുള്ള അവസ്ഥയിലല്ല വേദം ഭാഗവതം പറഞ്ഞു വെക്കുന്നത്. എല്ലാവരും തുല്യരാണ്, ഒരു വ്യത്യാസവുമില്ല. ഈ വീക്ഷണത്തോടു കൂടി നമ്മൾ പോകണം. അതൊരു കുടുംബത്തിലുള്ളത് കൊണ്ടാണ് കുടുംബം പോലെ വസുദേവ കുടുംബം എന്നൊരു സങ്കല്പത്തിൽ പോകുന്നത്. എല്ലാവരും തുല്യരാണ്. അവിടെ ജാതിയും മതവും ഒന്നുമില്ല, ഉച്ചനീചത്വങ്ങളില്ല, പണത്തിൻ്റെ ആധിപത്യമില്ല. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെ എല്ലാവരും അധ്വാനിക്കുക, അവനവന് വേണ്ടത് തിന്നുക. ഒരു വീട്ടിൽ തന്നെ ചിലവർക്ക് ഇറച്ചിയായിരിക്കും ഇഷ്ടം, ചിലവൻ പറയും എനിക്ക് ഇറച്ചി വേണ്ട, അവന് കൊടുത്തേ, എനിക്ക് മറ്റേത് മതി, അവനവന് വേണ്ടത് ഭക്ഷണം കഴിക്കുക. അങ്ങനെയുള്ളൊരു കുടുംബ വ്യവസ്ഥിതിയാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ലോകം മുഴുവനൊരു തറവാട് പോലെ ആകുമ്പോൾ ആരെ കിട്ടിയാലെന്താണ്? അവിടെ ജാതിമത ചിന്തകളൊന്നുമില്ല. ചില രാഷ്ട്രങ്ങൾ ഇന്നും നമ്മളെ കാണാം. എടുത്തു നോക്കുക, യൂട്യൂബിലെല്ലാം കണ്ടാൽ മതി. ജാതി മതമൊന്നും വീട്ടിൻ്റെ വെളിയിൽ പറയാൻ പറ്റില്ല. അതല്ല, അവനവൻ്റെ മനസ്സിൽ വീട്ടിൽ വെച്ചോളണം, പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ എല്ലാവർക്കും അവരുടെ കാലിൽ നിൽക്കാനുള്ള കഴിവുള്ള ഒരു വ്യവസ്ഥിതി, എല്ലാവരും തുല്യമാണെങ്കിൽ
പെൺകുട്ടികൾ അവരെ സമയത്തുമ്പോൾ അവരെ കല്യാണം കഴിച്ചിട്ട് അങ്ങ് പോകും. അതിൽ അച്ഛനമ്മമാർക്ക് ഒരു കാര്യമില്ല. അങ്ങനെയുള്ള അച്ഛനമ്മമാരും അവർക്ക് ഇഷ്ടമുള്ള കഴിച്ചോട്ട്, എന്താ കുഴപ്പം? കാരണം എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഒരു തുല്യമായ എല്ലാത്തിലും ഒന്നിനെ ദർശിക്കുക, ആ ഒരു സമീപനത്തോടെ പോവുകയാണ് ശ്രീഹരിയുടെ ലക്ഷ്യം. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയുള്ള വ്യവസ്ഥിതിയിൽ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടല്ല കല്യാണം കഴിക്കേണ്ടത്. ഈ അച്ഛനമ്മമാരെ ഇഷ്ടമൊക്കെ ഇനിയുള്ള കാലം ജീവിക്കേണ്ടത് ആരാണ്? പെൺകുട്ടിയാണ്. അപ്പം അവർക്ക് വേണ്ടത്, പയ്യന് വേണ്ടത് അവരിഷ്ടപ്പെട്ടു. ഇന്നുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ പല പ്രേമങ്ങളും കല്യാണം കഴിക്കുക, പ്രേമിക്കും. ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കുക, എനിക്ക് ജോലിയൊന്നുമില്ല. പിന്നെ പെണ്ണിൻ്റെ വാട്ടുമ്പോൾ അവൻ അത് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഒരു വ്യവസ്ഥിതിയെങ്കിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്കും ഇന്ന ഇഷ്ടമാണ്, നീ എന്നാ കെട്ടിപ്പോളും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളുടെ മാനസിക അവസ്ഥ തന്നെ മാറിപ്പോയി. ഇതൊന്നും നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ എത്തിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിഘടിച്ച് വിഭാഗീയത ചിന്തകളിലൂടെ വേദത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. നമ്മൾ രണ്ടിനെയും രണ്ടായിട്ടാണ് കാണുന്നത്. രണ്ടിനെ പറ്റിക്ക് നാലാക്കി കാണാൻ പറ്റുമെങ്കിൽ അത്തരത്തിലും കാണാൻ നമ്മൾ ശ്രമിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. പണത്തിൻ്റെ പേരിലും ജാതി മതങ്ങളുടെ പേരിലും അധികാരത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ പേരിലും എല്ലാം പലതായി തിരിഞ്ഞു കിടക്കുകയാണ്. തുല്യമായി കാണാൻ നമുക്ക് പറ്റുന്നില്ല. അതേസമയം നമ്മൾ ഭാഗവതത്തിൻ്റെ ആരാധ്യന്മാരെല്ലാണ്. പക്ഷേ മനസ്സിലിരിപ്പ് മുഴുവൻ ഈ തരംതിരിഞ്ഞ വിഭാഗീയതയാണ്. അതാണ് ഇവിടെ കൃഷ്ണൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഒരു പ്രത്യേക കല്യാണ സംവിധാനം അച്ഛനും അമ്മയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടം, അത് എപ്പോഴേ ഉണ്ടാവുള്ളൂ, ആ സാഹചര്യമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാവരും തുല്യമായ ഒരവസ്ഥയിലേക്കുള്ള ലോകമാണ്. അതാണ് വസുദേവ കുടുംബം. അവസാനം ഒരു കുടുംബത്തിൽ ജാതിയും മതമുണ്ടോ? അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കാൻ പറ്റുക അത് നിസ്സാരമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വിഭാഗീയതമായ ഭാഗവതത്തിൽ നിന്ന് അകന്നുപോയി ഭാഗവതത്തിന്റെ പേരിൽ നടപ്പാക്കുന്നത് അതിന് നേരെ എതിരാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഗവതം പറയുന്നത് എന്താണ്? എല്ലാവരിലും നമ്മൾ ബ്രഹ്മത്തെ ദർശിക്കണം. ആ ഒരു ആശയത്തിലൂടെയാണ് കൃഷ്ണൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള കാര്യമാണിത്. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ്. അവരവർക്ക് ഇഷ്ടമുള്ളത് കെട്ടിപ്പോകുന്നു. ആ എതിർപ്പുണ്ടെന്നും അതൊന്നും നോക്കേണ്ട കാര്യം ഇല്ല. കാലമാകുന്നു കൃഷ്ണൻ. അങ്ങനെയുള്ളൊരു കാലത്തിലേക്കാണ് ലോകം പോകാൻ പോകുന്നത്. ക്ഷത്രിയരിൽ അധമനായ ശിശുപാലൻ. അപ്പം ശിശുപാലന് ക്ഷത്രിയരിൽ അധമനാണ്. പക്ഷെ എന്താണ്? രാജാവിൻ്റെ സ്ഥാനമാണുള്ളൂ. അപ്പോൾ അവനെ കെട്ടിക്കാൻ സഹോദരന് താല്പര്യം, അവൻ്റെ കൂട്ടുകാരനുമാണ്. സഹോദരനാണോ പെണ്ണ് കെട്ടുന്നത്? ഇതെല്ലാം സഹോദരന്മാരല്ലേ തീരുമാനിക്കുന്നത്. സിനിമകളിലെല്ലാം കണ്ടിട്ടില്ലേ? പോട്ടെ, ജീവിതത്തിൽ നമുക്ക് എല്ലാ വീട്ടിലും ചെയ്ത് നോക്കാൻ പറ്റില്ല. പക്ഷെ സിനിമകളിലെങ്കിലും ഉണ്ടല്ലോ. ശിശുപാലൻ ശിശുപാലൻ മാത്രമായിരിക്കില്ലല്ലോ, അവൻ്റെ കൂട്ടുകാരും ഉണ്ടാവും. ശിശുപാലൻ്റെ കൂടെ ആരെല്ലാം ഉണ്ടാവും? മറ്റേ നേരത്തെ പറഞ്ഞ കക്ഷിയെല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം ഉണ്ടാവും. ആര്? കൂട്ടുകാർ പറയണ്ടല്ലോ, അത് പിന്നീട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ആ പേരുകളിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ടത് നേരത്തെ കണ്ട ജരാസന്ധൻ തന്നെയാണ്. എല്ലാത്തിൻ്റെയും പിന്നാലെ നടക്കുന്നുണ്ടല്ലോ ജരാസന്ധൻ. അപ്പം അതെല്ലാം കൂടി. അപ്പം അവരെയെല്ലാം തോൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ആരോട് പറയുകയാണ്? ബ്രാഹ്മണനോട്, സന്ദേശം കൈവന്ന വ്യക്തിയോട് പറയുകയാണ്. എന്നിൽ ആസക്തനായിരിക്കുന്ന അവളെ ഉണക്ക വിറകിൽ നിന്നും അഗ്നിനാളത്തെ പോലെ കൊണ്ടുവരുന്നുണ്ട്. ഉണക്ക വിറകിൽ നിന്ന് അഗ്നി കൊണ്ടുവരുന്നത് പോലെ. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? കത്തുന്ന ഒരു പ്രക്രിയയിലൂടെയല്ലേ അഗ്നി പുറത്തേക്ക് വരുള്ളൂ. അത്ര സ്മൂത്തായിട്ടൊന്നുമില്ല. ഞാനത് കൊണ്ടുവരും. അതായത് അങ്ങനെ ഒരു കാലം ഞാൻ സൃഷ്ടിക്കും. എന്നിട്ടോ 4 ശ്രീ ശുഗൻ പറയുകയാണ്,
രുക്മിണിയുടെ വിവാഹ നാൾ ഏതെന്നറിഞ്ഞ ശേഷം സാരഥിയോട് വേഗം തന്നെ തേർ കൂട്ടിക്കെട്ടുവാൻ പറഞ്ഞു. പിന്നെ കഥരൂപത്തിൽ പറയുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും. ഇനി 5 ആ സാരഥി ശൈഖ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം എന്നീ പേരുകളുള്ള കുതിരകളാൽ കൂട്ടപ്പെട്ട തേർ കൊണ്ടുവന്ന് കൈകൂപ്പി മുമ്പിൽ നിന്നു. 4 കുതിരകളെ കെട്ടിയ വണ്ടിയാണ്. എന്നിട്ടോ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ബ്രാഹ്മണനെ അതിലേക്ക് താനും അതിൽ കയറിക്കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് വിദർഭദേശത്തെത്തി. വേഗം തന്നെ വിദർഭദേശത്തിലെത്തി. ആ ഭീഷ്മക രാജാവ് പുത്രനോടുള്ള സ്നേഹത്താൽ സ്വപുത്രിയെ ശിശുപാലന് കൊടുക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഭയങ്കരം തിരക്കിലാണ്. മകൻ്റെ വാക്കേട്ട്, മൂത്ത മകനാണ്. മൂത്ത മകന്മാർ പറയുമ്പോൾ പിന്നെ അച്ഛന്മാർ പിന്നെ, കാരണം അച്ഛന്മാർ വാനപ്രസ്ഥത്തിലെത്തിയ കാലഘട്ടമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കളഞ്ഞു കെട്ടിയിട്ട് പോകാൻ പറയുന്നത് കാട്ടിലേക്ക്. അച്ഛനെ കൊടുക്കാൻ, ശിശുപാലന് കൊടുക്കാൻ താല്പര്യമൊന്നുമില്ല. ആർക്കാണ്? കൃഷ്ണന് തന്നെയാണ്. പക്ഷേ മൂത്തമ്മനങ്ങെത്തുമ്പോഴേക്ക് പിന്നെ അവൻ്റെ ഭരണമാണ്. അച്ഛന്മാർ ശരി വൈമനസ്യത്തോടെ കൂടിയാണെങ്കിലും, കാരണം വാനപ്രസ്ഥത്തിലെത്തിയാൽ പിന്നെ രക്ഷയൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം കളഞ്ഞുകെട്ടി പോകുന്നതാണ് നല്ലത്. അപ്പം ഭീഷ്മക രാജാവ് പുത്രനോടുള്ള രാജാവാണ്, എന്നിട്ടും പുത്രനോടുള്ള സ്നേഹത്താൽ സ്വപുത്രിയെ ശിശുപാലന് കൊടുക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. ഇനി 8, 9 പിന്നെ നഗരെല്ലാം വൃത്തിയാക്കി കൊടുത്തോരണങ്ങൾ, വസ്ത്രങ്ങൾ, മാല, സുഗന്ധപുഷ്പം മുതലായവയാൽ അലങ്കരിച്ച് നിർമ്മല വസ്ത്രങ്ങളോടുകൂടി അലങ്കൃതമായി സ്ത്രീ പുരുഷന്മാരും ഇവിടെ പരിസമയം, കാരണം സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരു കല്യാണമെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാം അവിടെ അടിച്ചു കയറുമല്ലോ, ഉള്ള വസ്ത്രങ്ങളെല്ലാം ഇത് പ്രദർശിപ്പിച്ചുകൊണ്ട് ശോഭന ഭവനങ്ങളോടുകൂടിയതായും ഭവിച്ചു. 10 പിതൃക്കൽ ദേവന്മാർ മുതലവരെ വഴിയാം വണ്ണം ആദരിച്ചിട്ട്, വരുന്ന എല്ലാ ആൾക്കാരെയും വഴിയാം വണ്ണം ആദരിച്ച് ബ്രാഹ്മണരെയും നല്ല ആൾക്കാരെയെല്ലാം കാല് കഴുകി എല്ലാം മംഗളസൂത്രം ചൊല്ലിച്ചു. ആ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ്. ബ്രാഹ്മണന്മാരെയെല്ലാം കൊണ്ട് മംഗളസൂത്രം ചൊല്ലിച്ചു. വേദമന്ത്രങ്ങളെല്ലാം ഉരുപിടിപ്പിച്ചുകൊണ്ട് മംഗളസ്നാനം ചെയ്ത് 11 കയ്യിൽ പ്രതിസരം കെട്ടി സുന്ദരിയായ കന്യക 2 കോടി പുടവ കൊണ്ടും ഉത്തമ ആഭരണങ്ങളാലും അലങ്കൃതമായി. അങ്ങനെ അവളെ വർണ്ണന. എന്നിട്ടോ 12 ബ്രാഹ്മണന്മാർ എന്ത് ചെയ്യാണ്? ഋഗ്, യജുസ്, സമവേദ മന്ത്രങ്ങൾ കൊണ്ടെല്ലാം വധുവിന് രക്ഷാവിധിയെ ചെയ്തു. വേദങ്ങളിൽ പറയുന്ന തരത്തിൽ വധുവിന് വേണ്ട രക്ഷയെല്ലാം ചെയ്ത്, അഥർവ പുരോഹിതന്മാർ ഗ്രഹശാന്തിക്ക് വേണ്ടിയിട്ട്, ഗ്രഹങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രഹശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ഹോമങ്ങളെല്ലാം കഴിച്ചു. അപ്പം വേറെ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ടിട്ട് അന്നത്തലയിലുള്ളൊരു വിവാഹമാണ്. ഇവിടെ ചെയ്യാൻ പോകുന്നത് തട്ടിക്കൊണ്ടുപോകലാണ്. എന്നിട്ട് ഭീഷ്മക രാജാവ് സ്വർണം, വെള്ളി, പിന്നെ വസ്ത്രം, ശർക്കരയിൽ കലർത്തിയ എള്ള്, പശു എന്നിവയെല്ലാം മഹാബ്രാഹ്മണന് ദാനം ചെയ്തു. ആ പൂജയെല്ലാം നടത്താൻ ഭയങ്കരം പൂജയല്ലായിരുന്നു, അതിന് ദാനമെല്ലാം ചെയ്തു. ചേതി രാജാവായ ദുമഘോഷൻ സ്വപുത്രനായ ശിശുപാലനുമായിട്ട് വിവാഹത്തിനുള്ള കർമ്മങ്ങളെല്ലാം മന്ത്രജ്ഞാനത്തിലൂടെ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതായത് ശിശുപാലൻ്റെ അച്ഛനും അത്തരത്തിലെല്ലാം ചടങ്ങുകളെല്ലാം അവിടെ ചെയ്യിപ്പിച്ചു. മദനീരൊഴുകുന്ന ആനപ്പടകളാലും, മദനീരൊഴുകണം, ആനക്ക് എന്ന് പറഞ്ഞാൽ മദനീരൊഴുകിക്കൊണ്ടിരിക്കണം, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. 15 പൊൻമാലകൾ ചാർത്തിയ തേരുകളാലും കാലാൾ, കുതിര എല്ലാ പടകളോടും കൂടി നിറഞ്ഞ സേനകളാൽ പരിവൃതനായിട്ട് കുണ്ടിനപുരത്തിലേക്ക് യാത്രയായി. ആര്? ശിശുപാലനും അച്ഛനും കൂടിയിട്ട് വലിയ തേരിലെല്ലാം, കാരണം രാജാവാണല്ലോ, ഗംഭീരമായ
എല്ലാം ആനകളും എല്ലാം ആയിട്ട് പടയായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. 16. വിദർഭ രാജാവായ ഭീഷ്മർ ആ ചേതി രാജാവിനെ സന്തോഷത്തോടെ എതിരിട്ട് സൽക്കരിച്ച ശേഷനും വരന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക മാളികകളിൽ താമസിപ്പിച്ചു. അപ്പം വരനെല്ലാം നേരെ ഇങ്ങോട്ട് വന്നിരിക്കുക. ചിലപ്പോൾ രാജാവ് എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ ദൂരദേശത്തായിരിക്കുമല്ലോ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്ത് അപ്പുറത്തെ രാജ്യത്ത് അവരെല്ലാം കല്യാണം കഴിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ്റില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ടെല്ലാം വന്നിട്ട് കല്യാണം കഴിച്ചിട്ട് പോകും. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ, ആ നിലയിലൊന്നും എത്തിയിട്ടില്ലല്ലോ. ആ എഴുതുന്ന കാലഘട്ടത്തിൻ്റെ രാജാവ് എന്ന് പറയുന്ന അവസ്ഥയിൽ പറയുകയാണ്. അപ്പോൾ അവർക്കിവിടെ വീട് സൗകര്യം ഒരുക്കി കൊടുത്തോളാം. അപ്പം പെണ്ണിൻ്റെ അച്ഛൻ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് താമസിക്കാൻ, ഓരോ വരുന്ന ആൾക്കാർക്കും താമസിക്കാനുള്ള വീടുകളെല്ലാം പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം അവിടെ താമസിപ്പിച്ചു. 17 to 18 വരെ, അല്ല 19 വരെ കൃഷ്ണരാമന്മാരുടെ വിരോധികളായ ശിശുപാലന്റെ പാർഷകന്മാരായ ശാശൻ, ജരാസന്ധൻ, ദന്തവക്രൻ, വിദൂരഥൻ, പൗണ്ഡ്രകൻ മുതലായവർ ശിശുപാലന്റെ കന്യകയെ നേടിക്കൊടുക്കുന്നതിന് അവിടെ എത്തിച്ചേർന്നു. ശിശുപാലന് ഈ കന്യകയെ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവരും തയ്യാറായിട്ട് കൂട്ടുകാരെല്ലാം വന്നു. കാരണം ശിശുപാലനറിയാം വേറൊരു കക്ഷിയാണ്, വേറെ കക്ഷിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതാണെന്നല്ല. കാരണം അച്ഛന് അവരുടെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഇഷ്ടം എന്നെല്ലാം പറയുമ്പോൾ അവർ തമ്മിൽ ആ ധാരണയുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങേരെ കൃഷ്ണനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ ശിശുപാലനെ തന്നെ ഇവിടെ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവിടെ എത്തിച്ചേർന്ന് ഇവരെല്ലാം കൂട്ടുകാരെല്ലാം, ജരാസന്ധനും എല്ലാ പാർട്ടികളും ഉണ്ട്. അപഹരിക്കാതിരിക്കാൻ എത്തിച്ചേർന്നു. ബലരാമാദികളായ കൃഷ്ണ യാദവന്മാർ വന്ന് കന്യകയെ അപഹരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ബലരാമനും എല്ലാം കൂടിയിട്ട് ചിലപ്പം കയറി വന്നിട്ട് അപഹരിച്ചു കൊണ്ടുപോയാലോ. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നിരുന്നു കൊണ്ട് അവരോട് യുദ്ധം ചെയ്ത് കൊള്ളാം എന്നും പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാം. വേണ്ടിക്കൽ അങ്ങനെ വല്ല വരികയാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടിയിട്ട് അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം അവിടെ വന്നിട്ട് തമ്പടിച്ചിരിക്കുന്നത്. 20-21 ബലരാമൻ ശത്രുപക്ഷത്തിലുള്ളവരുടെ ഒരുക്കങ്ങളെയും ഏകാഗിയായി കൃഷ്ണൻ കന്യയെ കൊണ്ടുവരുവാൻ പോയതിനെയും കേട്ടിട്ട് യുദ്ധമുണ്ടാകുമെന്ന ഭയത്താൽ എന്ത് ചെയ്തു, ആന, തേർ, കുതിര മുതലായ കാലാൾപ്പടയുമായിട്ട് കുണ്ഠീനപുരത്തിലേക്ക് അദ്ദേഹം ബന്ധപ്പെട്ട് ഇങ്ങോട്ട് പോകും. അപ്പം കൃഷ്ണൻ ബലരാമനോടൊന്നും പറയാതെ നേരെ ഇങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പം ബലരാമൻ ഇതറിഞ്ഞ്, ബലരാമൻ അപ്പം വിവരം അറിഞ്ഞ് അവിടെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കൃഷ്ണനാണെങ്കിൽ ഒറ്റക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ചേട്ടനാണല്ലോ ആകെ വല്ലാതെ വിഷമത്തിലായിട്ട് ഓടിപ്പിടിച്ചിട്ട് ഈ ആനയും കുതിരയും തേരും എല്ലാം ആയിട്ട് അദ്ദേഹത്തിൻ്റെ പടയായിട്ട് തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. 22 അതിസുന്ദരിയായ ഭീഷ്മ രാജകുമാരി ഭഗവാന്റെ ആഗമനത്തെ പ്രതീക്ഷിച്ച് ബ്രാഹ്മണന്റെ തിരിച്ചുവരൽ കാണായികയാൽ അപ്പോൾ കുറച്ച് വിചാരിച്ച് ചിന്തിച്ചുകൊണ്ട് എന്താ ഇങ്ങനെ വരാതെ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ആര്, രുക്മിണി. കാരണം ബ്രാഹ്മണനെ പറഞ്ഞയച്ചിട്ട് പൊടി പോലും ഇങ്ങോട്ട് കാണാനില്ല. അപ്പോൾ ഒരു ചെറിയ ശങ്ക. അപ്പോൾ അവളുടെ മാനസിക വികാരങ്ങൾ, അത് ആരുടെ വികാരങ്ങൾ തന്നെയായിരിക്കും, നമ്മളെ വികാരങ്ങളും തന്നെയായിരിക്കും. ഇങ്ങനെ ഒളിച്ചോടാൻ നിൽക്കുമ്പോഴേക്ക് സമയമാവും തോറും ആകെ ആധിയായിരിക്കും. അപ്പം ആധിയുടെ വികാരങ്ങളാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇത് നമ്മളെ എല്ലാ അവസ്ഥ തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തിലൂടെ പറയുന്നു എന്നതായിട്ട് കണ്ടാൽ മതി. കാരണം ഭാഗവതത്തിൽ എന്നല്ല, വേദത്തിൽ ഇല്ലാത്തതായിട്ട്, വേദം എന്ന് പറയുമ്പോൾ ഭാഗവതം എല്ലാം കൂട്ടിയിട്ടെടുക്കാം. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വേദത്തിൽ നോക്കിയാൽ കാണാം. ഭാഗവത പാഠക്കം അതിലില്ലാത്തതായിട്ട്
വേറെ ഒന്നും ലോകത്ത് കാണാനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. നമ്മളെല്ലാം വിചാരങ്ങൾ ഇതിനകത്ത് എടുത്ത് കാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവൾ ചിന്തിക്കുന്ന? കഷ്ടം, മന്ദഭാഗ്യയായ എൻ്റെ വിവാഹം ഈ രാത്രി കഴിയുമ്പോൾ നടക്കുകയാണ്. എൻ്റെ വിവാഹം ഇപ്പം രാത്രി കഴിയുമ്പോൾ നടക്കും. ഞാൻ ഭാഗ്യഹീനയാണ്. ചെന്താമനക്കണ്ണൻ വരുന്നില്ലല്ലോ, അങ്ങേര് വരുന്നില്ലല്ലോ. അതിനുള്ള കാരണവും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് വരാതെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ വന്നിരുന്നെങ്കിൽ അങ്ങേരും പറഞ്ഞു തരുമായിരുന്നു ഇന്ന കാരണം കൊണ്ട് വരിക. അതും കാണുന്നില്ല. കാരണം ബ്രാഹ്മണനെ കാണാനില്ല. ബ്രാഹ്മണനെ കണ്ടിരുന്നെങ്കിൽ പ്രശ്നമില്ല, കാര്യം പറയുമായിരുന്നല്ലോ. 24. ചിലപ്പോൾ കൃഷ്ണൻ എന്നിൽ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ട് പാണിഗ്രഹണം നടത്താൻ തയ്യാറാണെങ്കിൽ കൂടി വരാത്തതാവാം. ഇനിയിപ്പം ഞാൻ പ്രവർത്തിച്ച പ്രവൃത്തി വല്ലതും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്തായാലും പാണിഗ്രഹണം ചെയ്യാൻ ഇഷ്ടമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്തോ കാരണം കൊണ്ട് എല്ലാം തിരിച്ചും മറിച്ചോ എല്ലാം ചിന്തിക്കുകയാണ്. 25. ഭാഗ്യക്കേടുള്ള എനിക്ക് വിധി അനുകൂലമല്ല. എനിക്ക് വിധി അനുകൂലമല്ലെന്നാണ് തോന്നുന്നത്. മഹാദേവനും അനുകൂലമല്ല, ദേവനും അനുകൂലമല്ല, മലമകളും പിന്നെയോ മഹേശ്വരിയും പാർവതിയും ഒന്നും തന്നെ പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇവളാകെ അന്തം പെട്ടിരിക്കുകയാണ്. 26. ശ്രീകൃഷ്ണനിൽ ആകൃഷ്ടചിത്തയായ കന്യക കൃഷ്ണന് വരാൻ ഇനിയും സമയമുണ്ടെന്ന ചിന്തയാണ്. അപ്പം ക്ലോക്ക് നോക്കിയപ്പോൾ കുറച്ചും കൂടിയ സമയമുണ്ട്. അല്പം ആശ്വസിച്ചു. അപ്പോൾ എന്തുണ്ടാവും? ആശ്വാസം ഉണ്ടാവും. നമ്മുടെ ആ മാനസിക വികാരം അറിയണം. നമുക്ക് ഒരാൾ വരണം നോക്കുമ്പോൾ അവസാനം നോക്കുമ്പോൾ ഈ കൃത്യം സെക്കൻഡ് ആയിട്ടുണ്ട്, ഒരു 10 സെക്കൻഡ് ബാക്കിയുണ്ട്. ഇപ്പം ചിലപ്പം വരാം 10 സെക്കൻഡ്. ഒരു കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ വരും. ചിലപ്പോൾ എവിടെയെങ്കിലും തടസ്സം ഉണ്ടായിരിക്കണ്ട, ചിലപ്പോൾ ഇനി 1 മിനിറ്റ് കൊണ്ട്. ഇത് കഴിയുന്ന ആ വിചാരങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ഇത് വേറെയൊന്നും. കാരണം എല്ലാ ആൾക്കാരുടെ മനസ്സുകളും ഓരോ അവസ്ഥയിലുള്ള അവസ്ഥകളെല്ലാം ഇതിനകത്തൂടെ കടന്ന് പോകുന്നുണ്ട്. അല്പം ആശ്വസിച്ചു, കുറച്ച് സമയമുണ്ട് എന്ന് ആശ്വസിച്ചുകൊണ്ട് കണ്ണീർ കണങ്ങളാൽ കലങ്ങിയ കണ്ണുകളെ അടച്ചു. അപ്പം കണ്ണിലെല്ലാം വെള്ളം നിറഞ്ഞടയ്ക്കാണ് കണ്ണ് അടക്കുന്നു. ഇപ്രകാരമിരിക്കുന്ന വധുവിൽ സന്തോഷമുളവാക്കുന്ന ഒരു ചെറിയ ലക്ഷണം നിമിത്തം എന്നെല്ലാം പറയും. ഇടത് തൊടയും കൈത്തണ്ടയും കണ്ണും തുടിച്ചു എന്ന് പറയുകയാണ്. അവളെ ഇടത് തൊടയും കൈത്തണ്ടയും കണ്ണും പെട്ടെന്ന് തുടിച്ചു. അതൊരു നല്ല ലക്ഷണമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ആ ബ്രാഹ്മണ സ്റ്റേഷൻ അന്തഃപുരത്തിൽ പ്രവേശിച്ച് രാജപുത്രിയെ വന്നു കണ്ടു. അപ്പോൾ ഇതിലെല്ലാം കുറച്ച് അർത്ഥമുണ്ട് എന്നാണ്, നിമിത്തശാസ്ത്രപ്രകാരമുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അവരവരുടെ അനുഭവത്തിലെല്ലാം ഉണ്ടെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതിലെല്ലാം കുറച്ച് പ്രാധാന്യമുണ്ട് എന്ന് ഭാഗവതം പറയുന്നു, ചുമ്മാ പറയുന്നതൊന്നുമല്ല. കാരണം നമ്മുടെ വിചാരങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിൽ ചില ലക്ഷണങ്ങൾ പ്രകടമാകും. നല്ലതാണെങ്കിൽ ചില നല്ല ലക്ഷണങ്ങൾ പ്രകടമാകും, മോശമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് പറഞ്ഞത്? നമ്മുടെ എല്ലാ വിചാരങ്ങളും ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 29. രുക്മിണി പ്രസന്നവദനായി കണ്ട ബ്രാഹ്മണനെ. അപ്പോൾ അയാളുടെ മുഖത്തേക്കാണല്ലോ നമ്മൾ ആദ്യം നോക്കുക. അദ്ദേഹത്തിന് നല്ല പ്രസന്ന മുഖമാണുള്ളത്. ഒരുമാതിരി മങ്ങിയതായിരുന്നെങ്കിൽ ഇവിടെ മുഖവും ഒരുമാതിരി മാറും. നമ്മൾ ചിന്തിക്കുന്ന എന്തായാലും വരുന്നാൾ അയാളുടെ മുഖഭാവമാണ് ആദ്യം ശ്രദ്ധിക്കുക. അത് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. രുക്മിണി പ്രസന്ന വദനനായി കണ്ട ബ്രാഹ്മണനെ കണ്ട് മന്ദഹാസത്തോടെ, അപ്പോൾ അവർക്കും ചിരി വന്നു. മന്ദഹാസത്തോടെ വൃത്താന്തം അന്വേഷിച്ചു, എന്തായി എന്നെല്ലാം ചോദിച്ചു. ഇതെല്ലാം ഓരോരുടെ മാനസിക വശങ്ങൾ വെച്ചുകൊണ്ടാണ് എഴുതുന്നത്. നമ്മൾ ചുമ്മാ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രസനതി എന്ന് തോന്നും. അതൊന്നുമല്ല. ഓരോ നിമിഷങ്ങളിലുള്ള മനുഷ്യരുടെ വിചാരങ്ങളെല്ലാം ഇതിൽ പ്രകടമാകും.
ബ്രാഹ്മണൻ ശ്രീകൃഷ്ണൻ 30 ബ്രാഹ്മണൻ ശ്രീകൃഷ്ണൻ എത്തിച്ചേർന്ന വിവരം അറിയിച്ചു. രുക്മിണിയെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പറഞ്ഞ സത്യവാക്കിനെയും വിസ്തരിച്ചു പറഞ്ഞു. അതായത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ച ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വാക്കിനെ തന്നെ പറഞ്ഞു കൊടുത്തു. സന്തുഷ്ടയായ അവൾ ബ്രാഹ്മണന് മറ്റൊന്നിലും പ്രിയമില്ലാത്തതായി കാണുകയാൽ ഒന്ന് നമസ്കരിക്കുക മാത്രം ചെയ്തു. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് യഥാർത്ഥ ബ്രാഹ്മണർക്ക് എന്തില്ല, ഒരു കർമ്മം ചെയ്യുന്നത് ഫലം ഇച്ഛിച്ചിട്ടല്ല. ബ്രാഹ്മണന്റെ ലക്ഷണം ഒന്നും ആഗ്രഹിക്കില്ല, വാങ്ങേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ അവൾ നോക്കിയപ്പോൾ ഇങ്ങേർക്കൊന്നും വേണ്ടതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമസ്കരിക്കുക മാത്രം ചെയ്തു. അല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തഞ്ചി കളിക്കും, ഒന്നുമില്ലെന്ന്, ഇനി വണ്ടി പോകണം, വണ്ടിക്ക് പൈസ കൊടുക്കണം, ഇങ്ങനെയുള്ള ഓരോ വാക്കുകളായിരിക്കും. ഇനി 32 സ്വപുത്രിയുടെ വിവാഹം കാണാൻ രാമകൃഷ്ണന്മാർ വന്നിരിക്കുമെന്നറിഞ്ഞ് ഭീഷ്മക രാജാവ് വാദ്യഘോഷങ്ങളോടെ എതിരേറ്റിരുന്നു. അപ്പോൾ രാമനും കൃഷ്ണനും വന്നതറിഞ്ഞപ്പോൾ ഭയങ്കരം രാജാവിന് സന്തോഷമായി. അതുകൊണ്ട് വാദ്യഘോഷങ്ങളോടെ പോയിട്ട് അദ്ദേഹത്തെ അവരെ സ്വീകരിച്ചു. മതതർക്കം, നിർമ്മല വസ്ത്രങ്ങൾ, തിരുമുൽ കാഴ്ചകളെ കൊണ്ട് വിധിപ്രകാരം ഉപചരിച്ചു. എന്നിട്ടോ 34 മഹാമനസ്കനായ ഭീഷ്മകൻ സേനകളോടും അനുചരന്മാരോടും കൂടിയ അവർക്ക് സമ്പൂർണ്ണ സുഖസമ്പൂർണമായ ഭക്ഷണവും വിശ്രമ സ്ഥലങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു. അതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് അതിഥി സൽക്കാരം ചെയ്തത്. അവർക്ക് വേണ്ടി വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, ഭക്ഷണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തുകൊണ്ട് അവർക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് അവരെ ആനയിച്ചു. മറ്റു രാജാക്കന്മാരെയും വീരതക്കനുസരിച്ചും പ്രായത്തിനനുസരിച്ചും ധനത്തിനനുസരിച്ചും സൽക്കരിച്ചു. അപ്പോൾ അവരുടെ സംസ്കാരം അതാണ്. പ്രായം നോക്കിയിട്ട് അതെല്ലാവരെയും സൽക്കരിക്കണം, വീരത കുഴപ്പമില്ല. ധനത്തിനനുസരിച്ചും, പണമുള്ള ആൾക്കാർക്ക് നല്ല സ്ഥലം. ആ വ്യവസ്ഥിതിയല്ല കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള സംസ്കാരത്തെ പറ്റിയും ആ രാജകുടുംബത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ വിവരിക്കുന്നത്. വിദർഭപുരത്തിലെ നിവാസികൾ ശ്രീകൃഷ്ണനെല്ലാം വന്നിരിക്കുന്നുവെന്നറിഞ്ഞ് ഓടി വന്ന്, അപ്പം ഇവരുടെ പ്രശസ്തി നാട്ടിലെല്ലാ നാട്ടുകാരിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം നാട്ടുകാർ ഓടി വന്ന് കണ്ണുകളാൽ ആ തുറമുഖത്തിൽ നിന്നും വരുന്ന ഇരുമ്പുന്ന ലാവണ്യാമൃതത്തെ പാനം ചെയ്തു എന്ന് പറയണം. ആ മുഖത്തിൽ നിന്നുള്ള സൗന്ദര്യം, ആ അമൃതാമൃതത്തെ അങ്ങനെ നോക്കി നിന്നു എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. മറ്റ് ദേശവാസികളെല്ലാം ചാടിപ്പിടിച്ച് വന്നിട്ട് കൃഷ്ണൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അന്തം വിട്ട് നോക്കിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദേശവാസികളെല്ലാം വന്നിട്ട്. ഇനി 37 ഈ ശ്രീകൃഷ്ണന്റെ ഭാര്യയായിട്ട് ഭവിക്കുവാൻ രുക്മിണി ദേവിക്ക് മാത്രമേ അർഹതയുള്ളൂ. അപ്പോൾ അവരങ്ങ് സ്വയം തീരുമാനിച്ചു, ഇവർക്ക് ഈ കൃഷ്ണന് ഭാര്യയായിരിക്കുവാൻ അർഹതയായിട്ടുള്ളത് രുക്മിണി ദേവി മാത്രമാണ്. മറ്റൊരുവർക്കും അതിന് അർഹതയുമില്ല. വേറെ ആർക്കും തന്നെ കൃഷ്ണന്റെ ഭാര്യയാകാനുള്ള യോഗം ഇല്ല. കൃഷ്ണന് രുക്മിണി ദേവി ഏറ്റവും ചേർച്ചയുള്ള ഭർത്താവാണ്. അവർ സ്വയം തീരുമാനിച്ചു. എന്നിട്ട് അവർ പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും സുഹൃതം ഉണ്ടെങ്കിൽ, അതായത് നല്ല സുഹൃതം എന്തെങ്കിലും നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനാൽ പ്രശസ്തനായ വിശ്വകർത്താവ്, നമ്മളെന്തെങ്കിലും സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യം ആ വിശ്വകർത്താവ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ശക്തിയിൽ ഇങ്ങനെ അനുഗ്രഹിക്കട്ടെ, കൃഷ്ണൻ രുക്മിണിയെ പാണിഗ്രഹണം ചെയ്യട്ടെ. അപ്പം അവരെ മനസ്സിൽ ആഗ്രഹം പറയാണ്, നമുക്ക് എന്തെങ്കിലും പുണ്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പുണ്യം ആർക്ക് കൊടുക്കണം? ആ സൃഷ്ടികർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, എന്നാൽ പിന്നെ നിങ്ങളെ പുണ്യം കൊണ്ട് കൃഷ്ണനെ കൊണ്ട് രുക്മിണിയെ കെട്ടിപ്പിക്കുക, അല്ലെ രുക്മിണി സ്വയംവരം ചെയ്യട്ടെ എന്നാ ഏത് തരത്തിലും എടുക്കാം.
ഇനി 39 പൗരജനങ്ങൾ അവരോടുള്ള സ്നേഹത്താൽ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ജനങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓരോ ഇന്നതാണ് ചേർച്ച. കാരണം ശിശുപാലൻ തീരെ ശരിയുള്ള പാർട്ടിയല്ലെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അത്രയും തല്ലിപ്പൊളി പാർട്ടിയാണ്. ഇത്രയും നല്ല പെണ്ണിനെ എന്തിനാ ഇവരെ കൊണ്ട് കെട്ടിക്കുന്നത്? ഈ കൃഷ്ണനല്ലേ നല്ലതാണ്. ജനവും ആരുടെ പക്ഷത്താണ് ഇപ്പോൾ ഉള്ളത്? കൃഷ്ണൻ്റെ മഹിമ മനസ്സിലാക്കിയിട്ട് ജനങ്ങളും ശിശുപാലനെ ഇവരെയെല്ലാം കളഞ്ഞുകൊണ്ട് ഇവരിലാണ് നോട്ടം വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൃഷ്ണൻ്റെ സ്വാധീനം എല്ലാ ജനങ്ങളിലും സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. കന്യകയും രാജഭടന്മാരാൽ കാത്തു രക്ഷിക്കപ്പെട്ടുകൊണ്ട് പാർവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പിന്നെ പാർവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടണല്ലോ, പാർവതീനെ തുടർന്നല്ലോ. അപ്പം പട്ടാള സേനകളുടെ പിൻബലത്തോടു കൂടിയാണ് പോകുന്നത്. 40-41 മൗനവ്രതം കൈകൊണ്ട് ഒന്നും മിണ്ടാതെയാണ് പോക്ക്. വ്രതമെല്ലാം അന്വേഷിച്ചിട്ടാണ് ഇവിടെ നടത്തത്. തോഴിമാരോട് ചുറ്റപ്പെട്ടുകൊണ്ട് പടച്ചകെട്ടിയ വീരരാജഭടന്മാരാൽ കാത്തു രക്ഷിക്കപ്പെട്ട് അവർ ഭഗവാന്റെ പാദകമലത്തെ ഇടവിടാതെ ചിന്തിച്ചുകൊണ്ട്, പക്ഷേ രുക്മിണി ഭഗവാന്റെ പാദകമലത്തെ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. പാർവതീദേവിയുടെ പാർവതീദേവിയെ ദർശിക്കുവാനായി അമ്മമാരോടുകൂടി കാൽനടയായി പോയി. പാർവതീദേവിയുടെ ക്ഷേത്രത്തിലേക്ക് അമ്മമാരോടൊത്താണ് പോയത്. അപ്പോഴേ മൃദംഗം ശംഖുവാദ്യങ്ങളെല്ലാം മുടങ്ങിയെന്നാണ് പറയുന്നത് ഇവർ പോകുമ്പോൾ. ഇനി 42-43 പലതരം നൈവേദ്യങ്ങളുടെ ആയിരക്കണക്കിന് ഗണകന്മാരുടെയും ബ്രാഹ്മണ സ്ത്രീകളുടെയും, അപ്പോൾ കൂടെ ആരുണ്ട്? ഗണകന്മാരുണ്ട്, ഗണകമണികൾ, ആയിരക്കണക്കിന് ഗണികമണികളും ബ്രാഹ്മണ സ്ത്രീകളും പാട്ടുകാരും വാദ്യക്കാരും കന്യകയെ വളഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ഇവിടെ നയിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? ബ്രാഹ്മണ സ്ത്രീകളാണ്. ഇതിനാണ് ബ്രാഹ്മണ സ്ത്രീകൾ നയിച്ചു കൊണ്ടുപോകുന്നത്. ദേവീക്ഷേത്രത്തിൽ എത്തിയ ശേഷം കാലും കൈയും കഴുകി ശുദ്ധമായ പാർവതി സന്നിധിയിലേക്ക് പ്രവേശിച്ചു. അതിൽ പിന്നെ വയസ്സായവരും പൂജാവിധികൾ അറിയുന്നവരുമായ ബ്രാഹ്മണ സ്ത്രീകൾ പൂജാവിധികൾ അറിയുന്ന ബ്രാഹ്മണ സ്ത്രീകളാണ് പൂജിക്കുന്നത്. പാർവതിയെ ആ കന്യകയെ കൊണ്ട് വന്ദിപ്പിച്ചു. അപ്പം ബ്രാഹ്മണ സ്ത്രീകളാണ് ഇവളെ കൊണ്ട് വന്ദിപ്പിച്ചത്, പൂജാവിധികൾ അറിയുന്ന. അപ്പം പൂജ ആർക്കെല്ലാം വശമുണ്ടായിരുന്നു? ബ്രാഹ്മണ സ്ത്രീകൾക്കെല്ലാം വശമുണ്ടായിരുന്നു. ബ്രാഹ്മണൻ ഏതാണെന്ന് മനസ്സിലാക്കണേ, വേദങ്ങൾ അറിയുന്ന പണ്ഡിതരാണ്. അല്ലാതെ ജനിച്ചിട്ടിങ്ങനെ വരുന്ന വേദത്തിൻ്റെ ഒരു വരികൂൻ്റെ അർത്ഥം പോലും അറിയാത്തതല്ല ബ്രാഹ്മണര്. ഇവിടെ പറയുന്ന ബ്രാഹ്മണര് എല്ലാ വേദങ്ങളും അറിയുന്ന. ഭാഗവതത്തിൽ ബ്രാഹ്മണർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, ബ്രാഹ്മണ സ്ത്രീകളും വേദം പഠിച്ചിട്ട് വേദത്തിൻ്റെ അർത്ഥം ഏത് വേണ്ടെങ്കിലും പറഞ്ഞു തരാൻ കഴിവുള്ളവരാണ്. അതാണ് യഥാർത്ഥ പൂജ. എന്നിട്ടോ 46 ഹേ അംബികാദേവി, ഗണേശാദികളോടുകൂടി വാഴുന്ന നിന്തിരുവടി അവൾ പ്രാർത്ഥിക്കുകയാണ്. ഹേ അംബികാദേവി, ഗണേശാദികളോടുകൂടി വാഴുന്ന നിന്തിരുവടിയെ ഞാൻ വണങ്ങുന്നു. ഭഗവാനായ ശ്രീകൃഷ്ണൻ എൻ്റെ ഭർത്താവായി വരുവാൻ ആശീർവദിക്കണേ. അവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചെന്താണ്? ശ്രീകൃഷ്ണൻ എൻ്റെ ഭർത്താവായി വരുവാൻ ആശീർവദിക്കണം. ഇനി 47 പിന്നെ യവം അക്ഷതം ധ്രുവം വസ്ത്രങ്ങൾ പുഷ്പമാല രത്നമാല ആഭരണങ്ങൾ, പുഷ്പമാല രത്നമാല, പിന്നെ നൈവേദ്യം, മറ്റ് പൂജാ സാമഗ്രികളെല്ലാം, മാലയുണ്ടല്ലോ, വിവാഹത്തിന് കെട്ടുന്ന മാലയെല്ലാം മറ്റ് പൂജാ സാമഗ്രികളെയും
നീരാഞ്ജനങ്ങളാലും വേറെ വേറെ പൂജിക്കേണ്ട വസ്തുക്കളാലും എല്ലാം ബ്രാഹ്മണ സ്ത്രീകളാൽ, പിന്നെ എന്തും കൊണ്ടുണ്ട്, ഉപ്പ്, താമ്പൂലം, കഴുത്തിൽ കെട്ടുവാനുള്ള മാല, പഴം, കരിമ്പ് എന്നീ വിശിഷ്ട വസ്തുക്കളെല്ലാം വെച്ചിട്ട് ബ്രാഹ്മണ സ്ത്രീകളാണ് പൂജിച്ചത്, പുരുഷന്മാരല്ല. ബ്രാഹ്മണ സ്ത്രീകൾ പൂജിച്ചിട്ടാണ് ആർക്ക് കൊടുത്തത്? എന്നിട്ട് 49 പറയുന്ന ആ ബ്രാഹ്മണ സ്ത്രീകൾ അവൾക്ക് പൂജാശേഷമുള്ളതെല്ലാം, അവൾക്ക് പൂജാശിഷ്ടത്തെ അവൾക്ക് കൊടുത്ത് ആശീർവദിച്ചു. അപ്പോൾ പാർവതീദേവിയെ പൂജിച്ചതാരാണ്? ബ്രാഹ്മണ സ്ത്രീകളാണ്. അവരാണ് ഈ മാലയെല്ലാം പൂജിച്ചിട്ട് ഈ സ്ത്രീക്ക്, അതായത് രുക്മിണിക്ക്, ആ പൂജയെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നതിനാണ് ശിഷ്ടം എന്ന് പറയുന്നത്. അവിടെ എല്ലാം ദൈവത്തിന് നിവേദിക്കുകയാണ്. നിവേദിച്ച് തിരിച്ചു കിട്ടുന്നതാണ് ശിഷ്ടം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നിവേദ്യം, തിരിച്ചു കിട്ടുന്നത് ശിഷ്ടം. ചിലപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ തന്നെ കിട്ടും, പക്ഷേ അത് അവർ ആ ശക്തി ഉപയോഗിച്ചിട്ട് കിട്ടുന്നതായതുകൊണ്ടാണ് ശിഷ്ടമെന്ന് പറയുന്നത്. അതാർക്ക് കൊടുത്തു? രുക്മിണിക്ക് കൊടുത്തു. ആര് കൊടുത്തു? ബ്രാഹ്മണ സ്ത്രീകൾ കൊടുത്തു. അപ്പോൾ ഇവിടെ തന്നെ ആര് പറയുകയാണിത്? വേദവ്യാസം പറയുകയാണ്. അപ്പം ബ്രാഹ്മണ സ്ത്രീകൾക്ക് പൂജ നടത്താൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതം തന്നെ എന്താണ് പറയുന്നത്? ഇനി എന്നിട്ട് ആശീർവദിച്ചു. കന്യക അവർക്ക് ഈ ബ്രാഹ്മണ സ്ത്രീകൾക്കും പാർവതിക്കും എല്ലാം നമസ്കാരം ചെയ്ത് പ്രസാദത്തെ സ്വീകരിച്ചു. അങ്ങനെയാണ് ആ സാധനത്തെ, പ്രസാദം എന്താണ്? താലി അതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ പൂജിച്ചു വാങ്ങി. അതാണ് പ്രസാദം. നമുക്കെന്താണോ വേണ്ടത് അത് ലഭിക്കുന്നതാണ് പ്രസാദം. അവിടെ പോയിരിക്കുന്ന എന്താണ്? ആ മാല പൂജിച്ച് വാങ്ങാനാണ്. ആ പൂജിച്ച മാല കിട്ടി, അതാണ് പ്രസാദം. നമ്മളെ പ്രസാദം എന്ന് പറയുന്നത് വേറെ എന്തല്ലോ ആണ്. എന്നിട്ട് അനന്തരം മൗനവ്രതം പടിഞ്ഞ്, അതിൻ്റെ ശേഷമാണ് മൗനവ്രതം പടിഞ്ഞ്. എന്താണ് മൗനവ്രതം? നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ അതിൽ തന്നെ മനസ്സിൽ ചിന്ത ഉറപ്പിച്ചു പോകുക, അത്രയുള്ള മൗനവ്രതം കൊണ്ട് അർത്ഥമാക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് പരീക്ഷയെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള കാര്യങ്ങളും ചിന്തിച്ചാലും അതാണ് മൗനവ്രതം. പൂജാമുറിയിൽ കയറിയിട്ട് പൂജ നടത്തുമ്പോൾ മൗനവ്രതത്തിൽ പോകണം. അല്ലാതെ അവിടെ ഇരുന്നിട്ട് 2 ശ്ലോകവും ചൊല്ലിയിട്ട് അവിടെ അടുക്കത്ത് പുകയുന്നുണ്ടോയെന്നൊന്നും നോക്കിയെന്നൊന്നും പറയുന്നത്, അതൊന്നും പാടില്ല എന്നാണ് ഈ മൗനവ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് കർമ്മത്തിന് പോകുമ്പോൾ, അതുകൊണ്ട് പൂജിക്കാൻ ദൈവത്തിന് നമ്മളെ പൂജയൊന്നും ആവശ്യമില്ല, അത് വേറെ കാര്യം. എന്ത് കർമ്മത്തിന് പോകുമ്പോഴും നമ്മൾ ആ വിഷയത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചിട്ട്, കാരണം കളവളാന്ന് മറ്റേതും അതും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. പോകുമ്പോൾ ആ വിഷയത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് പോവുക, ഒരു ലക്ഷ്യത്തിന് പോകുമ്പോൾ. മറ്റുള്ളവരുമായിട്ടുള്ള വെറുതെ വർത്തമാനങ്ങളെല്ലാം പറയാമെന്നാണ്, ശ്രദ്ധ വേറെയിലേക്ക് പോവുകയാണ്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ആ വിഷയത്തിൽ തന്നെ ശ്രദ്ധിച്ചു കൊണ്ട് പോവുക. അപ്പം മൗനവ്രതം വിട്ട് രക്തം പതിപ്പിച്ച മുദ്രമോതിരങ്ങളാൽ അലങ്കരിച്ച കൈകളോടുകൂടി, കയ്യിലെല്ലാം നല്ല രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങളെല്ലാം ഉള്ളത്, അതോടുകൂടി എന്ത് ചെയ്തു? തോഴിമാരെ കൈക്ക് പിടിച്ചുകൊണ്ടാണ് പിന്നെ അവൾ നടക്കുന്നത്. ദേവീക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി തോഴിമാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. ഭഗവാന്റെ മഹാമായ പോലെ വീരന്മാരെ മോഹിപ്പിക്കുന്നതും, ഭഗവാന്റെ മഹാമായ പോലെ, അതായത് ഒരു മായാമോഹിനിയുടെ രൂപത്തിലാണ് ഈ ദേവി ഇവളിപ്പോൾ ഉള്ളത്, രുക്മിണി. അപ്പം എല്ലാ അവിടെയെല്ലാം രാജാക്കന്മാരെ നിൽക്കുന്നുണ്ടല്ലോ, അവരെയെല്ലാം മോഹിപ്പിക്കുന്നതും ഒതുങ്ങിയ അരക്കിട്ട്, പിന്നെ ഈ വർണ്ണനയാണ്.
കർണാഭരണങ്ങളാൽ അലങ്കൃതമായും പൂർണ്ണ താരുണ്യത്തിൽ പ്രവേശിക്കാത്തതും, പൂർണ്ണ താരുണ്യത്തിലൊന്നും എത്തിയിട്ടില്ല, അരയിൽ കെട്ടിയ ആ ഒരു മാല, അരയിൽ കെട്ടുന്നതുണ്ടല്ലോ, ഇന്ന് ബെൽറ്റ് എന്നെല്ലാം പറയും, അതും മണികാഞ്ചിയും വ്യക്തീഭവിച്ചു കൊണ്ടുവരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതില്ലാത്ത ഒരു പരിപാടി വേദവ്യാസനില്ല. കുറുനിരയോട് കൂടിയ കണ്ണിണകൾ, തെളിവിട്ട പുഞ്ചിരി, തൊണ്ടിപ്പാഴത്തിനോടൊത്ത ചുണ്ട്, മുല്ലപ്പൂ മുട്ടിനൊത്ത പല്ലുകൾ, അരയണത്തിനൊത്ത നടത്തം, കാൽച്ചിലങ്കൾ നടക്കുമ്പോൾ ചെറിയ ശബ്ദം നടത്തിക്കൊണ്ടാണ് നല്ലൊരു ചെറിയ ശബ്ദത്തോടു കൂടിയാണ് അവൾ നടക്കുന്നത്. പിന്നെ ഇതെല്ലാം കണ്ടപ്പോൾ, ഈ തരത്തിൽ അവൾ വരുന്നത് കണ്ടപ്പോൾ വീരപുരുഷന്മാർ പീഡയിൽ വിധേയരായിട്ട് മോഹിച്ചു പോയി എന്ന് പറയുന്നു. അവിടെ ഇരിക്കുന്ന രാജാക്കന്മാർക്കെല്ലാം ഇവളുടെ നേരെ മോഹം ഉണ്ടായി. സാധാരണ സ്വയംവരമാണ്, എന്നാൽ ഇവിടെ ഇപ്പം ശിശുപാലന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പക്ഷേ ഇവരും എല്ലാം കണ്ടപ്പോൾ മോഹിച്ചു പോയി. ആ രുക്മിണിയെ കണ്ട് ആനപ്പുറത്തും തേരിലും കുതിരകളിലും ഇരിക്കുന്ന ആ രാജാക്കന്മാര്, ഇപ്പം പലവരും ആനപ്പുറത്തുണ്ട്, കുതിരപ്പുറത്തുണ്ട്, ചിലവര് രാജാക്കന്മാരെ തേരിലെല്ലാം ഇരുന്നിട്ടാണ് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ മന്ദഹാസവും വീക്ഷണത്താലും ആകൃഷ്ടരായിട്ട്, അവൾ അവിടെയെല്ലാം നോക്കിയപ്പോൾ ആ മന്ദഹാസവും വീക്ഷണത്തിൽ ആകൃഷ്ടരായിട്ട് ആയുധം പോലും കൈമതിൽ വീണുപോയി എന്നാണ് പറയുന്നത്. ചിലവരെ ആനപ്പുറത്തുനിന്ന് തന്നെ താഴെ വീണെന്നും പറയുന്നുണ്ട്. കാരണം അത്രയും സൗന്ദര്യമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം കൃഷ്ണൻ അത്രയും ഉണ്ടെങ്കിൽ ദ്വയമാണല്ലോ, കൃഷ്ണന്റെ ദ്വയമാണ് ആര്? രുക്മിണി. 54. അവൾ ഇപ്രകാരം കൃഷ്ണന്റെ സമാഗമത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പാദങ്ങളെ മന്ദമന്ദം മുന്നോട്ട് നീക്കിക്കൊണ്ട് അവൾ മെല്ലെ നടന്നിട്ട് ഇടത്തെ കൈകളാൽ കുറുനിരകളെ മേൽപോട്ട് ഉയർത്തിയിട്ട്, കുറുനിരയിലുണ്ടോ മേൽപോട്ട് ഉയർത്തി എത്തിയ രാജാക്കന്മാരെ ലജ്ജയോടെയെല്ലാം ഒന്ന് നോക്കി. അവിടെ ഇരിക്കുന്ന രാജാക്കന്മാരെയെല്ലാം ലജ്ജയോടുകൂടി നോക്കിയപ്പോൾ അപ്പോൾ അവിടെ അവരുടെ കൂട്ടത്തിൽ ആരെ കണ്ടു? കൃഷ്ണനെ കണ്ടു. ഇനി 55, 56. കൃഷ്ണൻ തേരിൽ കയറുവാൻ ഉദ്യമിക്കുന്ന ആ രാജകുമാരിയെ, അപ്പോൾ ആ രാജകുമാരി തേരിൽ കയറാനായിട്ട് ഉദ്യമിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ശത്രുക്കളെല്ലാം മിഴിച്ചു നോക്കി നിൽക്കെ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ രഥത്തിലേക്ക് ഏറ്റി. അവൾ പോകുമ്പോൾ നേരെ പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് രഥത്തിലേക്ക് ഏറ്റി. രാജമണ്ഡപത്തെ ഒന്നും വകവെക്കാതെ, അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും വകവെക്കാതെ ബലരാമ പ്രമുഖന്മാരായ യാദവരോടുകൂടി തൻ്റെ പങ്കിനെ കൈക്കലാക്കിയ സിംഹം പോലെ, ഇത് നേരത്തെ പറഞ്ഞ സിംഹത്തിൻ്റെ ഒരു പങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവള് വേറെ കുറുക്കന്മാരൊന്നും വന്നിട്ട് എന്നെ തൊട്ടേക്കരുത് എന്ന് പറഞ്ഞ ആ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്. തൻ്റെ പങ്കിനെ കൈക്കലാക്കിയ സിംഹം കുറുക്കന്മാരുടെ നടുവിൽ കൂടി നിർഭയനായി പതുക്കെ നടന്നു. അവിടെ കുറേ കുറുക്കന്മാരുണ്ട്, ശിശുപാലാദികളും എല്ലാം കൂടിയിട്ടുള്ള കുറേ കുറുക്കന്മാരെല്ലാം ഉണ്ട്. അപ്പം തൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ പങ്കാണ് ആര്? രുക്മിണി. അതുകൊണ്ട് അവളെ എടുത്തുകൊണ്ട് കുറുക്കന്മാരുടെ ഇടക്ക് സിംഹം എങ്ങനെയാണ് നടക്കുക? പേടിച്ച് നടക്കുമോ? ഇങ്ങനെ മന്ദം അതിൻ്റെ ഇടക്കൂട്ട് നടന്നുപോയി. ഇനി 57. ദുരഭിമാനിയായ ജരാസന്ധന്റെ സ്വാധീനത്തിൽപ്പെട്ട ശത്രുക്കൾ. ദുരഭിമാനിയായ ജരാസന്ധനാണല്ലോ പറഞ്ഞു നമ്മൾ സംരക്ഷിച്ചോളാമെന്ന്. തങ്ങൾക്ക് പറ്റിയ അമളിയെയും കീർത്തി ദോഷത്തെയും പൊറുത്തില്ല. അവർക്ക് ദേഷ്യം വന്നു.
നമ്മൾ അമളി പിടിച്ച് നമ്മളെ മുമ്പിലൂടെയല്ലേ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. അവർക്ക് അമളി പറ്റി, പക്ഷെ അതവർക്ക് പൊറുക്കാൻ കഴിഞ്ഞില്ല. ഛേ നമ്മൾ മോശം. അവർ സ്വയം പറയുകയാണ്, നമ്മൾ മോശമായിപ്പോയി, ആകെ മണ്ടത്തരമായിപ്പോയി. സിംഹങ്ങളുടെ ഇടക്ക് നിന്ന് മാനുകൾ അപഹരിച്ചു കൊണ്ടുപോയ പോലെ. നേരെ മറ്റേ ഉപമക്ക് നേരെ എതിരാണ്. സിംഹങ്ങളുടെ ഇടക്ക് നിന്ന് മാനുകൾ അപഹരിച്ചു കൊണ്ടുപോയ പോലെ. മാനുകൾ വന്നിട്ട് സിംഹത്തിൻ്റെ ഇടക്ക് നിന്ന് സിംഹത്തിൻ്റെ ഭക്ഷണം അപഹരിച്ചു, സിംഹത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ, മാനുകളെ പോലെയുള്ളവർ കൊണ്ടുപോകുന്നത് പോലെ വില്ലാളികളായ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ കീർത്തി, നമ്മളെല്ലാം വലിയ വില്ലാളിമാരാണ്, അവരുടെ ഇടയിൽ നിന്ന് നമ്മുടെ കീർത്തി ആരപഹരിച്ചു കൊണ്ടുപോയി? ഈ ഇടയന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. ഇടയന്മാരാണല്ലോ പണ്ട് പശുക്കളെ മേയിച്ച് കിടക്കുന്ന കക്ഷികളാണല്ലോ ആര്? കൃഷ്ണനും യാദവരുമല്ല. അപ്പം നമ്മൾ നല്ല വില്ലാളി വീരന്മാരാണ്, ഇവർ ആട്ടിടയന്മാരാണ്. ആട്ടിടയല്ല, പശുക്കളെ മേയിച്ച് ഗോപാലകരാണ്, പശുക്കളെയെല്ലാം മേയിച്ച് നടക്കുന്നവരാണ്. അങ്ങനെയുള്ള അവർ വീരന്മാരായ നമ്മളുടെ ഒക്കെ നിന്ന് നമ്മളെ കീർത്തിയെല്ലാം അവർ അപഹരിച്ച് കൊണ്ടുപോയി. അത്രയും പറഞ്ഞിട്ട് ആ അധ്യായം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. കൃഷ്ണൻ രുക്മിണിയെ രണ്ടുപേർക്കും ഇഷ്ടമാണ്, അവർ എടുത്തുകൊണ്ടുവന്നു, മറ്റുള്ളവർക്ക് ഇതിൻ്റെ എന്താ കാര്യം? അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏതിൽ നിന്ന്? അച്ഛനും ചേട്ടന്മാരും, പ്രത്യേകിച്ച് ചേട്ടന്മാരും എല്ലാം തീരുമാനിക്കും ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം, ആട്ടിടയന് കൊടുക്കണോ അല്ല രാജാവിന് കൊടുക്കണോ, അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇവർ പറഞ്ഞെന്താണ്? ആട്ടിടയല്ല, അതിൻ്റെ ആടും തീരെ, ആടായാലും കുഴപ്പമൊന്നുമില്ല, ആടും പശുവെല്ലാം ശ്രീഹരി തന്നെ. അതുകൊണ്ട് പശുക്കളെ മേയിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണോ അല്ല രാജാവിന് കൊടുക്കണം, ഇതെല്ലാം ചിന്താഗതി. എന്നിട്ട് ചേട്ടന്മാരെല്ലാം തീരുമാനിക്കുന്നത്. കെട്ടേണ്ട പെണ്ണിന് ഒരു തല പ്രാധാന്യം അവിടെയില്ല, ഇവർ പറയുന്ന ആളെ കെട്ടിക്കൊള്ളുക. ആ വ്യവസ്ഥിതിയിൽ നിന്ന് കൃഷ്ണൻ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? അവരവർക്ക് ഇഷ്ടമുള്ളത് കെട്ടിയിട്ട് ജീവിച്ചോളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ. കാരണം അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണ്. എല്ലാവരും ഒരു കുടുംബത്തെ അങ്ങനത്തെ പോലെ ആകുമ്പോൾ പിന്നെ ആരും സ്ഥാനമാനങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കാനില്ല, ജാതിമതങ്ങളെപ്പറ്റി ചിന്തിക്കാനില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യാം? മക്കൾക്കുള്ളത് കെട്ടിയിട്ട് പോകട്ടെ. കെട്ടിയിട്ടില്ലെങ്കിലാണ് പ്രശ്നം. ഇവിടെ ഇനിയിപ്പം ഞാൻ പോറ്റണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. മകള് വല്ലവരുടെ പേരും പോയിട്ടില്ലെങ്കിൽ പിന്നെ ആദ്യമായിരിക്കും എന്ത്? അയ്യോ ഇനിയിപ്പം എൻ്റെ കാലശേഷം ഇവളെ ആരാന്ന് നോക്കുമെന്നെല്ലാം ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവളെങ്കോ വല്ലവരുടെ കൂടെ ഒപ്പം പോയാലേ മനസ്സമാധാനം വരുള്ളൂ അന്നത്തെ കാലത്ത്. ഏത് കാലത്ത്? കൃഷ്ണൻ്റെ കാലഘട്ടത്തിലെ, വസുദേവ കാലഘട്ടത്തിൽ. ഏത് കാലഘട്ടത്തിൽ? ലോകം കൊളോണിയലിസത്തിന് ശേഷം ലോകത്തിൻ്റെ ഒരു ഭാഗം, ഒരു പ്രത്യേക കുറേ രാജ്യങ്ങൾ യാദവ വംശമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ വിഭാവനം ചെയ്യുന്ന, കൃഷ്ണൻ്റെ വിഭാവനം ചെയ്യുന്ന ലോകമാണ്. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ, എല്ലാവരും ശ്രീഹരി തന്നെയാണ്. അവിടെ ഉച്ചനീതത്വങ്ങളൊന്നുമില്ല. എല്ലാ മനുഷ്യരെയും ഈശ്വരൻ്റെ അംശമായിട്ട് കാണുക. എല്ലാം ശ്രീഹരി തന്നെ, ഭേദഭാവമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് ഭാഗവത് എപ്പോഴും പറയുന്ന ഭേദഭാവമില്ലാതിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ വിഭാഗത്ത് ഭേദഭാവങ്ങൾ ഉള്ളത് കൊണ്ട് ഓരോ കല്യാണം നടക്കുമ്പോഴും ഈ ഭേദഭാവങ്ങളെല്ലാം, ഗുണങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയാണ് വിവാഹങ്ങളെല്ലാം നടക്കുക. പക്ഷേ അവിടെ എന്തില്ല? അതില്ല. അതാണ് രണ്ട് ധ്രുവങ്ങളും തമ്മിലുള്ള ശ്രീകൃഷ്ണൻ വിഭാവനം ചെയ്യുന്ന ലോകത്തിൻ്റെ പ്രത്യേകത.